കച്ചവടം തുടങ്ങാൻ വേണ്ടി ഗൾഫിൽ ഞാൻ CM വലിയുള്ളാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് എത്തിയും കുട്ടിയൊക്കെ ഒരു ചെറിയ കാശ് എന്തെങ്കിലും എല്ലാ ദിവസവും കട പൂട്ടുന്ന അവസരത്തിൽ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് 25 വയസ്സായാലും ആ എത്തിയും കുട്ടികൾക്ക് അത് നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ കച്ചവടക്കാരനോ കച്ചവടം എടുത്തിട്ടോ ഒന്നുമില്ല. പക്ഷേ ആ പറഞ്ഞ മാതിരി തന്നെ ഉടനെ തന്നെ ഒരു കടമൊക്കെ ശരിയായി. ഞാനതുപോലെ ഒരു പെട്ടി വെച്ച് കുണ്ടൂർ കാറുസുലേർ പാപ്പാൻ്റെ അവിടേക്കാണ് ആ പെട്ടിയുടെ കാശ് കൊടുത്തിരുന്നത്. അന്ന് കുണ്ടൂർ ഉസ്താദ് ജീവിച്ചിരിക്കുന്നുണ്ട്. കുണ്ടൂർ ഉസ്താദിനെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയി കണ്ടതാണ്. ഉസ്താദിനോട് പറഞ്ഞ് അത് മതി, ആ ഒറ്റ കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ആ പെട്ടി തുടർച്ചയായിട്ട് ഞാൻ ഞാൻ ഗൾഫിൽ നിന്ന് പോരുന്നവരേക്കും എൻ്റെ കുടുംബമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ പഠിച്ചിരുന്നത്, എൻ്റെ ഉമ്മ ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ സത്യമാണ് ഈ പറയുന്നത്. 4 തവണ ഞാൻ CMൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ പ്രയാസം പറഞ്ഞിട്ട് അതിനൊന്നും എനിക്ക് പിന്നെ അത് ശരിയാവാതെ ഇരുന്നിട്ടില്ല. പോയ കാര്യങ്ങളൊക്കെ എനിക്ക് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഞാനങ്ങനെ ഒന്നും പോകാതിരുന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് അള്ളാഹിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ മതിയല്ലോ, അത് പറ്റില്ല. അള്ളാഹു ആ മഹാൻ്റെ അടുത്ത് പോയി പറഞ്ഞ കാര്യം എനിക്ക് ഭംഗിയായിട്ട് ഉസ്താദ് എനിക്ക് നന്നായി ശരിയായി കിട്ടി. ഇതതിൻ്റെ സത്യമാണ് ഈ പറയുന്നത്. ഒരു തവണ നിങ്ങൾ പോയത്, നിങ്ങളുടെ ഫസ്റ്റ് തവണ കാണാൻ പോണത് നിങ്ങളുടെ നെഞ്ചിന്റെ വിഷയം പറഞ്ഞിട്ട് പോയി, അത് മാറി കിട്ടി. 2ാമത്തെ തവണ പോയത് മകളുടെ ഒരു വിഷയം പറഞ്ഞിട്ട്, അതും മകളുടെ കല്യാണം കഴിക്കിട്ട് കുടുംബം റാഹത്തായി ജീവിക്കുന്നു. മൂന്നാമത് പോയത് കച്ചവടത്തിന്. 4ാമത് പോയത് എനിക്ക് ഉമ്മ അന്ന് ഒരു 78-80 വയസ്സുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഗൾഫിലോട്ട് എൻ്റെ ഭാര്യനെ കൊണ്ടാണെങ്കിൽ ഞാൻ ഒരു മകനുള്ളൂല്ലോ. അപ്പോൾ ഉമ്മാനെ കൊണ്ടാവണം, എനിക്ക് ഉമ്മാനെ കൊണ്ടാകാൻ സാധിക്കണം. അപ്പോൾ CMനോട് പറഞ്ഞു നോക്കിയപ്പോൾ CM വലിയുള്ള പറഞ്ഞ് ഉമ്മാനെ കൊണ്ടാകാൻ നിങ്ങൾക്ക് വിസ കിട്ടും എന്ന് ചോദിച്ചു. വിസ കിട്ടുമെന്ന് എനിക്കും അറിയില്ല ഉസ്താദ്. എന്നാൽ കിട്ടും, അത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ ആയിരിക്കും ഇപ്പോൾ വിസ കിട്ടൽ എന്നും കരുതി ഞാനും ഇതേമാതിരി തന്നെ പോയി ഗൾഫിൽ പോയി. അവിടുന്ന് തന്നെ കുറച്ച് നാളുള്ളിൽ എൻ്റെ അർബാവിനോട് ഞാനത് പറഞ്ഞ് മാഫി മുഷ്കിൽ, എനിക്ക് എൻ്റെ ഉമ്മാനെ കൊണ്ടുവരാൻ ചെയ്യാനല്ലേ നോക്കാനുള്ളത്, എനിക്ക് കൊണ്ടുവരാം. 60 വയസ്സുള്ളവർക്ക് അവിടേക്ക് വരാൻ പറ്റുള്ളൂ. അത്തിപ്പറ്റ ഉസ്താദിനോട് ചോദിച്ച് എങ്ങനെ ഉമ്മാക്ക് വിസ കിട്ടിയെന്ന്. അത്തിപ്പറ്റ ഉസ്താദ് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിസ കിട്ടൂല. 78 വയസ്സ് ആളല്ലേ, നല്ല ബന്ധം. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഞാനും ഉമ്മയും പോയിരുന്നു. എൻ്റെ വായനൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞയച്ച് അവിടുന്ന് ക്ലാസ്സൊക്കെ കേട്ടിരുന്നു. നല്ല അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് തവണ 91 ഹജ്ജിന് പോയത്. അതെ. അപ്പോൾ നമ്മൾ ഷെയ്ഖുനടുത്ത് പോയി ഈ വിഷയം അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു. അത്തിപ്പറ്റ ഉസ്താദ് ചോദിച്ചു ഉമ്മക്ക് വിസ കിട്ടുന്ന. എന്നിട്ട് അപ്പോൾ അത്തിപ്പറ്റ ഉസ്താദിനോട് ഇത് പറഞ്ഞ് ഇങ്ങനെ ഷെയ്ഖുന മടയൂർ CM വലിയുള്ളാൻ്റെ അടുത്ത്, അന്ന് മടയൂർ പിന്നെ ജീവിച്ചിരിക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഞാൻ എന്തിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റിൽ പോയത് 87 6 മാസം 19-ാം തീയതി. അവിടുന്ന് അതേ മാസത്തിൽ വീണ്ടും പോയത് പെങ്ങളുടെ മകളെ കാര്യത്തിന്. അത് അവിടുന്ന് പിന്നെ ആ താക്ക് തന്നെ 6 മാസം നിൽക്കും. ഞാൻ നാട്ടിൽ വന്നാൽ 6 മാസം നിൽക്കും. അത് അങ്ങനെ ആയത്. അങ്ങനെ പിന്നെ വീണ്ടും പോയത് പിന്നെ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി. അത് ശരിയായതിൻ്റെ ശേഷം പോയത് പിന്നെ മക്കള് കാര്യത്തിൽ ഒരു പ്രയാസം, അതൊന്നും പറയാല. മക്കളായി, അത് മൂത്ത കുട്ടി മരിച്ച്. അപ്പം അങ്ങനെ ആ പ്രയാസം ഒന്ന് പറഞ്ഞിട്ട് അത് സാരമില്ല, അതൊക്കെ അള്ളാഹു ഉപകാരപ്പെടുന്ന മക്കളൊക്കെ തരും, അവർ പഠിച്ച് നല്ല രീതിയിലെത്തും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇന്നെൻ്റെ മക്കളൊക്കെ 3 ആൺകുട്ടികളും നല്ല പ്രായത്തിലാണ്, എല്ലാം പഠിച്ച് നല്ല ജോലിയിലൊക്കെയാണ്. അതൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ മഹാൻ്റെ കഴിവാണ്, വാക്കിൻ്റെ ഫലമാണ്, അല്ലാതെ എൻ്റെ കഴിവല്ല. അള്ളാഹുവിൻ്റെ കുദറത്താണ് എങ്കിലും കൂടിയിട്ട് ഈ മഹാൻ്റെ വാക്കാണ്. ഉത്തിപ്പറ്റ ഉസ്താദിൻ്റെ മാത്രമല്ല, ഇത് ഉത്തിപ്പറ്റ ഉസ്താദിൻ്റെ അടുത്താണ് എൻ്റെ കുട്ടി പഠിച്ചിരുന്നു. എൻ്റെ 3 മക്കളൊക്കെ പഠിച്ചിരുന്നു, ദീനിപരമായിട്ടും വിദ്യാഭ്യാസമായിട്ടും. കിട്ടിയെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ അർബാബ് പിന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഖലീഫ നിയാദി എന്ന് പറയുന്ന അർബാബാണ് എൻ്റെ അർബാബ്. അയാളോട് പറഞ്ഞപ്പോൾ സു മുസ്കിൽ എന്ന് പറഞ്ഞു. സു മുസ്കിൽ أنت جيب جواز مالسورة أنا جيب تأثيرة ഏതായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിങ്ങനെ പിന്നെ ബയസിൻ്റെ പ്രശ്നത്തിൽ അന ഹുക്കൂമ മൂസ അന ഹുക്കൂമ ഷു മുഷ്കിലെന്ത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഗവൺമെൻറ്, ഞാനാണ് ഗവൺമെൻറ്, ഈ കൊണ്ട
പക്ഷെ UN ജർവാനായിരുന്നു. UN മൊത്തം ജർവാൻ. ഉമ്മക്ക് വിസ കിട്ടി, ഉമ്മാനെ കൊണ്ടുപോയി 3 വർഷത്തെ വിസ അടിച്ച് ഉമ്മാനെ അവിടെ നിർത്തി. വീണ്ടും 3 വർഷത്തിന് അടിച്ച്. പിന്നെ ഉസ്താദിൻ്റെ ഇതിൽ തന്നെ ഞങ്ങൾ സെൻറ്ററിൽ നിന്ന് ഹജ്ജിന് വലിയ പിന്നെ നമ്മൾ വലിയ യാത്രയപ്പൊക്കെ സെൻറ്ററിൽ വലിയ ഇതൊക്കെ നടത്തി. ബസ്സിനാണ് ഫസ്റ്റിൽ ഹജ്ജിന് പോയത്. ഉമ്മയും ഞങ്ങൾ ഉസ്താദ് പിന്നെ എൻ്റെ വെട്ടിച്ചിറയുള്ള തങ്ങൾ ഹജ്ജിനൊക്കെ പോയി. അതിന് ശേഷം സിയമോരെ കണ്ടിരുന്നു. പിന്നെ ഒറ്റ പ്രാവശ്യം കൂടി, ഈ 4ാമത്തെ പ്രാവശ്യം ഈ മക്കളെ പ്രസവത്തിന് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ഞാൻ ഗൾഫിലുള്ളപ്പോഴാണ് വിഷയം പറയാൻ എന്താ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അത് എല്ലാം റാഹത്താവും, പിന്നെ മക്കളും ഒക്കെ പിന്നെ ഒരു ഞാൻ പറഞ്ഞിങ്ങനെ പിന്നെ അന്നൊന്നും അത്ര ഇതില്ല. മക്കൾ പറഞ്ഞിങ്ങനെ പിന്നെ മക്കളെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞു. അത് പിന്നെ എല്ലാവരും പറയും ആമക്കൊക്കെ ആമക്കളും വേണം, പെമ്മക്കളും വേണം എന്ന് പറയുന്നതൊക്കെ എനിക്കിപ്പോൾ എന്നെ തന്നത് അള്ളാഹു കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം ഇരുന്ന് കേട്ടിട്ട് പറഞ്ഞ് രണ്ടും ഉണ്ടാവും, പോയിക്കോളി, പോകാം ഇതേ പറയുള്ളൂ, പോകാമെന്നേ പറയുള്ളൂ. പോകാം, പിന്നെ നിൽക്കാൻ പറ്റും, പിന്നൊന്നും പറയില്ല. അന്ന് ഒരു ആപ്പിൾ എടുത്ത് തന്ന്. ഒരു 4ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് കുറേ ആപ്പിൾ ഇരിക്കുന്നു. അതിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞ് ഇത് കഴിച്ചോണ്ട് എന്നാണ്. അത്രയും പിന്നെ അടുത്തൊരു ഇത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രായപരിധി അനുസരിച്ച് അത്രയും ഒരു തൻ്റോടത്തോട് കൂടിയിട്ട് എനിക്ക് മൂപ്പരെ പിന്നെ എടുത്ത് നേടിയെടുക്കാൻ സാധിച്ചില്ല. പലവരും പല കാര്യങ്ങളും വന്ന് നേടിയെടുത്തിട്ടുണ്ട് മൂപ്പരെ എടുത്ത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഒരാളെ ഞാൻ അവിടെ വെച്ച് അത് ഒരാളെ പരിചയപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ 40 ടോക്കന് ഉള്ള സമയത്താണ് ഞാൻ ഫസ്റ്റ് ചെല്ലുന്നത്. അന്ന് 3 എനിക്ക് ടോക്കൻ, അന്ന് 40 ടോക്കന് ആയിരിക്കുന്നത്. പിന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് തോന്നുന്നു ഒരാൾ വെട്ടിച്ചേറുള്ള ഒരാൾ അവിടുന്ന് പരിചയപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് വന്നെന്ന് വെച്ചപ്പോൾ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു മണ്ണ് വാങ്ങി വിറ്റാൽ മതി, പറമ്പ് കച്ചവടം ചെയ്താൽ മതി, വേറൊന്നും വേണ്ട, മണ്ണ് വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ അൽഹംദുലില്ലാ വലിയ റാഹത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് എടുക്കാറിൻ്റെ സമയമായിട്ടില്ല. ഞാൻ നേരത്തെ ടോക്കൺ എടുത്ത് ഞാൻ ചായ കുടിക്കാൻ പോയി വന്നപ്പോഴാണ് മൂപ്പര് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അത് എപ്പോഴും ഉണ്ടാവും, ഒരു 60 പേര് 50 പേര് എപ്പോഴും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ 100 പേരൊക്കെ ഉണ്ടാവും. പക്ഷേ അത്രയും ആൾക്കേ കയറാനേ പറ്റുള്ളൂ. അപ്പോൾ ഡോറിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ ആ ഡോറാണ്ട് അടക്കും. അത് മൂപ്പര് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടക്കും. പിന്നെ ചിലപ്പോൾ അസ്ർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പം തുറക്കല്. ഒരുപാട് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം ആളുകൾ വന്നു പോകല്ലേ. എത്ര എവിടുന്ന് എന്തെല്ലാം പ്രശ്നക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ കേസ് അത് പറയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ എന്നോടൊന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മക്കളൊന്നുമില്ല ഉസ്താദേ എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് വന്ന് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അതൊക്കെ മാറിയിരിക്കുന്നു, അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി നല്ല റായത്തിലാണെന്ന് പറയാൻ വേണ്ടി വീണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെ 4 തവണ ഞാൻ പോയിട്ടുണ്ട് മൊത്തത്തിൽ. ഏതായാലും ഇതാണ് ആചാര്യന്റെ അനുഭവങ്ങൾ, എൻ്റെ അനുഭവം. ഇതൊക്കെ ഓർമ്മയിലുള്ള ഇതൊന്നും ഇത് മറക്കൂല ഉസ്താദേ. സിയമൂലിയുടെ അടുത്ത് നിങ്ങൾ പ്രായമായി വരുമല്ലേ, അപ്പോൾ മറക്കാൻ ചാൻസ് ഉണ്ട്? മറക്കാൻ എങ്ങനെ ചാൻസ്? ഒരിക്കലും ഇപ്പോൾ അടുത്ത് പോയിട്ട് സിയാർത്ത് ചെയ്ത് വന്നിട്ടുള്ളൂ. അവിടെ നിന്ന് ഓർക്ക് അവിടെ പള്ളിയിലേക്ക് പിന്നെ നിന്ന് ഓരോസ്കാരം കഴിഞ്ഞ് അവിടുന്ന് പിന്നെ കുറേ സമയം യാസീനൊക്കെ ഓതിയതായിരുന്നു. ഞാനും കുഞ്ഞാവാജി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു, എൻ്റെ മകളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് പുറത്ത് വന്നിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഒരു മഹാന്റെ അടുത്ത് പോയി ഇത്രയും വലിയൊരു അനുഭവം നമുക്കുണ്ടായാലേ നമ്മൾ എങ്ങനെയാ മറക്കുക? അത് മറക്കും. കാരണം ഇത്രയും നാളുകൾ കൊണ്ടു കിടന്ന നെഞ്ചുവേദന, നിങ്ങൾ പറഞ്ഞില്ല ഇനി കാണിക്കാൻ ഡോക്ടർമാരില്ല ഒന്നുമില്ല, ഈ കൊണ്ടു കിടന്ന നെഞ്ചുവേദന ബഹുമാനപ്പെട്ട ശൈഖുനാടുത്ത് 23ാമത്തെ വയസ്സിൽ നിങ്ങൾ പോയി. ആ മാറിയ നെഞ്ചുവേദന നിങ്ങൾ പറയുന്നു 70 വയസ്സായിട്ടും 70 മരണം വരെയൊക്കെ എനിക്കത് കാണൂല എന്ന് 100% ഉറപ്പ്. 70 വയസ്സായിട്ട് ആ നെഞ്ചുവേദന ഇല്ല. ആ നെഞ്ചുവേദന അത്രയും വലിയൊരു അനുഭവം. ഇനി നമ്മുടെ മരണം വരെ നമുക്ക് അത് മറക്കാൻ പറ്റുമോ? മറക്കൂല ഉറപ്പല്ലേ? ഉറപ്പാണ്, മറക്കൂല. അത് തന്നെയാണ് അത് മറക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് എഴുതിയ വേദനയ്ക്ക് ഒരു ഗുളിക പോലും ഞാൻ ഇതുവരേക്കും കഴിച്ചിട്ടില്ല. ഇത് നമ്മുടെ കുടിയിലെ കാര്യമൊന്നുമില്ല.
ഇത് മഹാനായ കുത്തുബുല്ലാലം അള്ളാൻ്റെ ആളെ കണ്ട ഒരു അനുഭവം, അവിടുത്തെ ഒരു മുരീദ്, അവിടുത്തെ ശൈഖുനാനെ കണ്ട ഒരു മുഹിബ്, എങ്ങനെയാണ് ഇത് മറക്കുക? 3 പതിറ്റാണ്ടല്ല, ഇനി എത്ര പതിറ്റാണ്ടായാലും അവരുടെ ജീവിതം വരെയും ഇത് എന്തായാലും ഓർമ്മയുണ്ടാവും. അതാണ് ആ നൂറ്. ആ നൂറ് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ തൗഫീഖ് തരട്ടെ. സി.എം. വലിയുള്ളാന്റെ കറാമത്ത് കേൾക്കാൻ വലിയ വിജ്ഞാനമൊന്നും വേണ്ട. ഇത് ഫർളും ഇല്ല, സുന്നത്തും ഇല്ല, ഷർത്തും ഇല്ല, ഒന്നുമില്ല മഹാന്മാരുടെ കറാമത്ത് കേൾക്കുന്നതിന്. ഇത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ കറാമത്തും അവിടുത്തെ ജീവിതമാണ്. മറക്കൂല്ല. തന്നെയല്ല, ഇത് മനസ്സിലാക്കാൻ ചിലവർക്ക് കഴിയൂല. അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ചിലവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയൂല. അത് ശരിയാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിദായത്ത് എല്ലാവർക്കും കൊടുക്കൂല്ലോ. അതെ അതെ അതെ, അത് നമ്മൾ പറയേണ്ട കാര്യം. അത് ശരിയാണ്. അതിപ്പോ എത്ര ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ പറഞ്ഞാലും ചിലവരിത് അങ്ങനെ ഉണ്ടാവും. എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇത് എനിക്കെന്തിനു പറയേണ്ട എന്തെങ്കിലും ചെയ്യേണ്ടതില്ലല്ലോ. ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത്. അതെ, മാഷാ അല്ലാഹ്, 100% ഞാനത് മറക്കൂല. ഡേറ്റും കാര്യം, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും എനിക്ക് ഓർമ്മയിലല്ല. 1900 ഇന്ന മാസത്തിൽ ഇന്ന ഡേറ്റ് ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്നോട് ഓരോരുത്തർ ചോദിക്കല്ലേ, മൂസായിക്ക് അതിന് എത്ര പെട്ടെന്ന് എത്രയും ഡേറ്റൊക്കെ നിങ്ങൾക്ക് എത്ര കറക്റ്റായിട്ട് പറയുന്നത്? എൻ്റെ വാപ്പ മരിച്ചത്, എൻ്റെ ഉമ്മ പിന്നെ മരിച്ചത്. അതായത് എന്താ പറയുക, ഇതൊക്കെ അള്ളാഹിന്റെ മഹാന്മാരെ കണ്ടതിന്റെ നൂറാണ്. ആ നൂറാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 100%. ആ പ്രകാശമാണ് മഹാന്മാരെ കണ്ടോണ്ടിരിക്കുന്നത്. ഏത് ഒരു സിം ഫോണിലിട്ട് അതിന്റെ റേഞ്ച് കിട്ടുന്നത് പോലെ ആ മഹാനെ കണ്ട മാരിഫത്ത്, ആ നൂറ് നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 100%. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അത് മനസ്സിലാക്കാൻ അള്ളാഹു തിരിച്ചു കൊടുത്തവർക്ക് തിരിയുള്ളൂ, അല്ലാത്തൊരു നട്ടം തിരിക്കും. അല്ല എന്താ പറയാ. ഇൻഷാ അല്ലാഹ് ഏതായാലും മൂസാജി അടുത്തെത്തി, അവരുടെ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും മറ്റൊരു അവസരത്തിൽ എപ്പോഴെങ്കിലും ഉസ്താദിനെ നിങ്ങളെ കാണാൻ എനിക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാനും ദുആ ചെയ്യാം. നിങ്ങൾക്കും ഈ ഭാഗത്ത് എവിടെങ്കിലൊക്കെ പോകുമ്പോൾ വിളിച്ച് പറയണ്ടേ, മൂസാജി ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, നമ്മൾ ഒരു അല്പസമയം നമ്മൾ തമ്മിൽ സംസാരിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാം. ഇൻഷാ അല്ലാഹ്. എന്തായാലും മൂസാജിക്ക് വേണ്ടിയും കുടുംബത്തിനും വേണ്ടിയും ഈ മടവൂർ കാഫില കാണുന്ന ഒരു പ്രത്യേകം ദ്വാരക്കുക. അവസാന സമയം ആക്കിബത്ത് നന്നായി നമ്മൾ കണ്ട മഹാന്മാരുടെ സാന്നിധ്യത്തിലായി, പ്രത്യേകിച്ച് സി.എം. വലിയുള്ളാഹിയുടെയൊക്കെ സാന്നിധ്യത്തിലായി, അവിടുത്തെ നോട്ടത്തിലായി, റഹ്മത്തിലായി അള്ളാഹു നമുക്ക് റഹ്മത്തിലേക്ക് മടങ്ങാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു, മദിനമ്മിൽ വന്നു.